സ്വന്തമായി കേബിൾ ടി വി നടത്തുന്ന നായകൻ്റെ ജീവിതത്തിൽ ഒരു ട്രാജഡി സംഭവിക്കുന്നു. അയാൾക്കും കുടുംബത്തിനും ഒരു കുറ്റകൃത്യം ചെയ്യേണ്ടി വന്നു. അത് മറച്ചു വയ്ക്കാൻ അയാൾ ഒരു വെൽ പ്ലാൻഡായി കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കുന്നു. ഭാര്യയെയും മക്കളെയും തത്ത പറയുന്നത് പോലെ നുണ പറയാൻ പഠിപ്പിക്കുന്നു. പക്ഷേ പോലീസ് അന്വേഷിച്ച് വീട്ടിലെത്തുമ്പോൾ ഇളയ മകൾ ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. പുറത്തെടുത്ത അസ്ഥികൂടം കണ്ട് എല്ലാവരും ഞെട്ടി. മണവാളൻ അത് കണ്ട് മുയ്മോനും മീൻ കൊത്തി തിന്നേ എന്ന് കരഞ്ഞു. അസ്ഥികൂടത്തിൻ്റെ കൈ പൊക്കി കാണിക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് ഹരികൃഷ്ണൻ്റെ ബോഡിയല്ല എന്നും അവൻ്റെ കയ്യിൽ ഒരു മറുകുണ്ടെന്നും മണവാളൻ ധർമ്മേന്ദ്രയോട് പറയുന്നു. ഇതെല്ലാം കരയിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന നായകൻ അതുവഴി വന്ന സായിപ്പിനോട് എൻ്റെ അനിയൻ വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാവാൻ പോണേ, രക്ഷിക്കണേ എന്ന് കരഞ്ഞു പറയുന്നു. ഇത് കേട്ട സായിപ്പ് തൻ്റെ ബാഗും ഡ്രസ്സും എല്ലാം അഴിച്ചു വെച്ച് വെള്ളത്തിലേക്ക് ചാടുന്നു. ഈ തക്കത്തിന് വിഷ്ണു സായിപ്പിൻ്റെ സാധനങ്ങളെടുത്ത് മുങ്ങാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടു നിന്ന കൈമളെങ്കിൽ കല്യാണിയുടെ ഭർത്താവായി ദിവസക്കൂലിക്ക് അഭിനയിക്കാൻ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതാണ് താത്തയുടെ ഇന്നത്തെ കഥ. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?